കിട്ടുന്ന ടൈമിലൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് റെഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് മന്തിൽ എനിക്ക് ഫൈനൽ എക്സാം ഉണ്ടായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? പ്രാക്ടിക്കൽ മാറ്റി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കൊരു എക്സ്റ്റേണൽ പുഷ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി നന്നാവുമെന്ന് തോന്നി. ഹായ് എവരി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ നിഫ്റ്റ് ടോപ്പറായ മിസ് ഫാത്തിമ ഷാമിലയാണ്. ഹായ് ഫാത്തിമ. ഹായ്, ഞാൻ ഷാമില. ഞാൻ തിങ്ക് കോട്ടക്കൽ ബ്രാഞ്ചിലെ വീക്കെൻഡ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നിഫ്റ്റ് പരീക്ഷയിൽ BF ടെക് കാറ്റഗറി 70യും കോമൺ റാങ്ക് 402 ആയിരുന്നു വന്നത്. നാറ്റ മാർക്ക് 166 ആണ് വന്നത്. നാറ്റയിൽ സ്കോർ ചെയ്തിട്ടുണ്ടല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ബൈ ദ വേ. താങ്ക് യു. എന്തുകൊണ്ടാണ് ഡിസൈൻ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം? വരക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഫൈൻ ആർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനിങ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡിസൈനിലോട്ട് ചാടി. പിന്നെ എന്തുകൊണ്ടാണ് നിഫ്റ്റ് ചൂസ് ചെയ്തത്? നിഫ്റ്റിൽ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ BF ടെക്കും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിഫ്റ്റ് ചെയ്യും. എങ്ങനെയായിരുന്നു ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ നിഫ്റ്റിന് വേണ്ടി? ലാസ്റ്റ് മന്ത് ഞാൻ +2 ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, വീക്കെൻഡ് ബാച്ച് ആയതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് മന്തിൽ എനിക്ക് ഫൈനൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന ടൈമിലൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് റെഫർ ചെയ്യാൻ തുടങ്ങി. പ്രീവിയസ് ഇയർ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ മെയിൻലി സ്കെച്ചിങ് ആയിരുന്നു ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിരുന്നത്. സ്കെച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ കോർഡിനേറ്ററായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പം ഫാത്തിമ നന്നായിട്ട് വരയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വരയ്ക്കാനുള്ള കാരണം? ഐ മീൻ ഇപ്പം ഒരു ഒബ്ജക്റ്റ് കണ്ടിട്ട് വരയ്ക്കുന്നതല്ലാതെ നമ്മൾ സ്ക്രിബിൾ ചെയ്യുമെന്ന് പറയുന്നില്ലേ, അങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ആ പാഷൻ വരുന്നത് ഡ്രോയിങ്ങിൽ? ചെറുപ്പം മുതലേ വരയ്ക്കും. പിന്നെ ഓരോ മീഡിയംസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ. ഓക്കെ, ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? മീഡിയം, പെയിൻറ്റിങ്സ്, വാട്ടർ കളേഴ്സ്, അങ്ങനെ എന്തെങ്കിലും? ചാർക്കോൾ പെൻസിൽ കൊണ്ട് വരക്കണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പെൻസിൽസിൽ. തിങ്ക് എങ്ങനെ ഫാത്തിമയെ ഹെൽപ്പ് ചെയ്തു നിഫ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി? നമുക്കൊരു എക്സ്റ്റേണൽ പുഷ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി നന്നാവുമെന്ന് തോന്നി. എസ്പെഷ്യലി 12th ഒക്കെ പഠിക്കണ കൂടെയാണ് ടൈമിൽ നമുക്ക് കുറേ മടുപ്പാവും എക്സാമിന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഫാക്കൽറ്റി ആയാലും നമുക്ക് വരക്കുന്ന ടൈമിൽ ഒരു മിസ്റ്റേക്ക് നമുക്ക് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ടീച്ചേഴ്സ് ഓരോരോ മിസ്റ്റേക്സും എടുത്ത് പറഞ്ഞു തരും, ഓരോ കുട്ടിക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പം അങ്ങനെ ഭയങ്കര ഹെൽപ്പായിരുന്നു സ്കെച്ചിങ്ങിലൊക്കെ. ഓക്കെ, എങ്ങനെയായിരുന്നു എക്സാം ഡേ? എങ്ങനെയായിരുന്നു നിഫ്റ്റ് എക്സാം നമ്മൾ എഴുതാൻ പോയപ്പോൾ ഉള്ള ഒരു ദിവസത്തിൻ്റെ എക്സ്പീരിയൻസ്? എനിക്ക് പ്രാക്ടിക്കൽസ് മാറ്റി വെച്ചിട്ട് ആണ് ഞാൻ എഴുതാൻ പോയത്. അപ്പം അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രാക്ടിക്കൽ ദിവസം വേറൊരു കുട്ടീൻ്റെ ഒപ്പം എഴുതണം എന്നല്ല ആലോചിച്ച്. എക്സാം ചെറിയ സ്ട്രെസ്ഫുൾ ആയിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എഴുതണ ടൈമിലൊന്നും റിലാക്സ്ഡ് തന്നെ ആയിരുന്നു. 12th പ്രാക്ടിക്കൽ മാറ്റി വെച്ചു, നിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് എഴുതാൻ പോയി. ഓക്കെ, സാധാരണ കുട്ടികൾ എപ്പോഴും ബോർഡ് എക്സാമാണ് കൂടുതലും നോക്കുന്നത്. ഇപ്പം ഫാത്തിമയാണെങ്കിൽ ബോർഡിനേക്കാളും നിഫ്റ്റിന് പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ പിന്നെ അറ്റൻഡ് ചെയ്തായിരുന്നോ? പിന്നെ വേറൊരു ദിവസം അവർ ഡേറ്റ് തന്നു, വേറെ ബാച്ചിൻ്റെ കൂടെ എഴുതാൻ പറ്റി രീതി. ഓക്കെ, അപ്പോൾ സപ്പോർട്ടീവ് ആയിരുന്നു, സ്കൂളും സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ അതിൽ? ഓക്കെ, നിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നോ എളുപ്പം, അതോ സിറ്റുവേഷൻ ടെസ്റ്റ് ആയിരുന്നോ എളുപ്പം? ഏതായിരുന്നു എളുപ്പം? സിറ്റുവേഷൻ ടെസ്റ്റ് ആയിരുന്നു ഒന്നുകൂടി എളുപ്പം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇപ്പോൾ റിസൾട്ടിൽ ഫാത്തിമയ്ക്ക് നല്ലൊരു റാങ്ക് വന്നു, 70 റാങ്ക് വന്നു. അപ്പം എങ്ങനെയായിരുന്നു ഫാത്തിമ അത് വിചാരിച്ചിരുന്നോ എനിക്ക് ഇത്രയും റാങ്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? അത് പാരൻസിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാവരും ഹാപ്പി ആയിരുന്നു. റിസൾട്ട് അത്ര റാങ്ക് ഫസ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തതിൽ അത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അത്ര നല്ല റാങ്ക് വരുമെന്നൊന്നും തീരെ വിചാരിച്ചില്ല. പാരൻസ് ഹാപ്പി ആയിരുന്നു, നല്ല രീതിയിൽ ചെയ്തല്ലോ എന്നവരൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? പ്രാക്ടിക്കൽ മാറ്റി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. സ്കൂളിൽ അത്യാവശ്യം മാർക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ വിട്ടുകാണ്ട് ഇങ്ങനെ ഒരു പാഷൻ്റെ പിന്നാലെ പോകുമ്പോൾ ആരും അങ്ങനെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്നാലും കൂടി അവർക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു വേണമെന്നൊക്കെ. പക്ഷെ പിന്നെ റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോൾ അത് ചെയ്തല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു പിന്നെയും സപ്പോർട്ട് കുറച്ചുകൂടി കൂടി. ഫാത്തിമയ്ക്ക് നല്ല റാങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറൻസിന് എന്ത് അഡ്വൈസാണ് നൽകുന്നത്? ഒരിക്കലും ടൈം ഷോർട്ടേജ് ഉണ്ട് വിചാരിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആവുമൊന്നും വേണ്ട. ഇനിയും ടൈമുണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക എക്സാമിൻ്റെ ടൈമിൽ, അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഫാത്തിമ പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻറ്റും ടെൻഷൻ ആവാതെ സിമ്പിളായിട്ട് നമ്മൾ എക്സാം എഴുതുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കാണും എഴുതാൻ വേണ്ടി. നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് പോയാലും നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോവും. നോർമലി ഞാനൊക്കെ ടെൻഷൻ അടിച്ച് തീർന്നു, കയ്യിൽ നിന്നൊക്കെ പോകും.
അപ്പം ടെൻഷൻ അടിക്കാതെ സിമ്പിളായിട്ട് പോയി എക്സാം എഴുതുക, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫാത്തിമ, നല്ലൊരു സെഷനായിരുന്നു. ഇനിയും കാണാം നമുക്ക്.